പിശാച് സംശയിപ്പിക്കുന്നു, പിശാച് മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരുന്നു. ഞാൻ ഉറപ്പായും ഉറച്ചു വിശ്വസിക്കുന്നു, നല്ല ബന്ധങ്ങളെ തകർക്കുന്നത് ദൈവമല്ല. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് അവൻ ഐക്യതയുടെ ദൈവമാണ്. ഐക്യതയും വിശ്വാസവും, യൂണിറ്റി ആൻഡ് ഫെയ്ത്ത് will build up you, but the misunderstanding and doubt will destroy your future. പറഞ്ഞ പിശാചിന്റെ രണ്ട് ആയുധങ്ങൾ: ഒന്ന് സംശയം, രണ്ട് തെറ്റിദ്ധാരണ. ദൈവം ഒരിക്കലും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നവനല്ല, ദൈവം ഒരിക്കലും നമ്മളെ സംശയിപ്പിക്കുന്നവനല്ല. ഈ ചർച്ചയിലിരിക്കുന്ന മുഴുവൻ ആളുകളും അത് മനസ്സിലാക്കണം. ഏദൻ തോട്ടത്തിൽ പാമ്പ് സ്ത്രീയോട് പറഞ്ഞത് എന്താണ്? നിശ്ചയമായും ഈ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അവിടെ, സംശയിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും ചിന്തിക്കുകയാണ്, ദൈവം ഓൾറെഡി പറഞ്ഞു തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് ദൈവം പറഞ്ഞു. പക്ഷെ പിശാച് ഒന്ന് രണ്ട് തവണയും കൂടി ഇത് റിപ്പീറ്റ് ചെയ്ത് അവരുടെ മനസ്സിലൊരു ചിന്ത കൊടുക്കുകയാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ആ സംശയം അകത്തേക്ക് കൊണ്ടുവരികയാണ്. രണ്ടാമതായി സാത്താൻ പറയുന്നു, നിങ്ങളോട് ദൈവം ഈ ഫലം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം, നിങ്ങൾ ഈ ഫലം ഭക്ഷിച്ചാൽ, ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അതിനകത്ത് ധ്വനി എന്നാണെന്നറിയാവോ? നിങ്ങൾ ദൈവത്തെ പോലെയാകുന്നതിൽ ദൈവത്തിന് ഇഷ്ടമല്ല, ദൈവത്തിന് അതിൽ അസൂയാണ്, ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ പോലെ ആകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഫലം തിന്നരുതെന്ന് ദൈവം പറഞ്ഞത്. തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പറഞ്ഞേ, തെറ്റിദ്ധരിപ്പിക്കുന്നു. അപ്പോൾ പിശാച് സംശയിപ്പിക്കുന്നു, പിശാച് മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരുന്നു. ഞാൻ ഉറപ്പായും ഉറച്ചു വിശ്വസിക്കുന്നു, നല്ല ബന്ധങ്ങളെ തകർക്കുന്നത് ദൈവമല്ല. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് അവൻ ഐക്യതയുടെ ദൈവമാണ്. വാ തുറന്ന് പറയാമോ? പിശാച് ഒരിക്കലും ആർക്കും ഒരു നന്മ ചെയ്യില്ല. ഐക്യതയും വിശ്വാസവും, യൂണിറ്റി ആൻഡ് ഫെയ്ത്ത് will build up you, but the misunderstanding and doubt will destroy your future. That is not a God's product, that's a demonic. That's a demonic. പിശാച് കള്ളനാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സാത്താൻ കള്ളനാണ്. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കി നടക്കുന്നു. അവൻ സിംഹമല്ല. നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ, നിന്നെ സംശയിപ്പിക്കാൻ അവൻ വേണേ പാസ്റ്ററാവും, അവൻ വേണേ പള്ളിയിലച്ഛനാവും, അവൻ ഏത് റോളും കയ്യിലെടുക്കും. പക്ഷേ നീ വചനത്തിനകത്ത് ഉറച്ചു നിന്നാൽ, നീ കർത്താവിന്റെ കൃപയിൽ ഉറച്ചു നിന്നാൽ, ദൈവാത്മാവ് അറിയിക്കുന്നു, ഒറ്റ മനസ്സോടെ, ഒറ്റ ദർശനത്തോടെ, ഒറ്റ ഹൃദയത്തോടെ, അസൂയയില്ലാത്ത ഹൃദയത്തോടെ, തെറ്റിദ്ധാരണയില്ലാത്ത ഹൃദയത്തോടെ, പിശാചിന്റെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാതെ, ഇന്ന് പകൽ മാറ്റമില്ലാത്ത വചനത്തിലും ദൈവത്തിന്റെ കൃപയിലും നീ നിലനിൽക്കുകയാണെങ്കിൽ, നിന്റെ പട്ടണത്തിൽ, നിന്റെ ദേശത്തിൽ, നിന്റെ കുടുംബത്തിൽ, നീ ആയിരിക്കുന്ന രാജ്യത്തിൽ എന്റെ ദൈവത്തിന് നിന്നെ മാനിക്കാൻ കഴിയും.